ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും ചൂടേറിയൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഹാഷ്മിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ആൻഡ് ഹാഷ്മി. ഹാഷ്മി, രാത്രി തന്നെ അവിടെ എത്തിയല്ലേ? വളരെ തിരക്ക് പിടിച്ചൊരു ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? ഒരുക്കങ്ങൾ ഏതുവരെയായി? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനിൽ ആന്റണിയുടെ ചില തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള ഡാൻസും നൃത്തവും ഒക്കെ കണ്ട് അതിലൊക്കെ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം ആളുകളെല്ലാവരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലെ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ നമ്മൾ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ചൂട് ഇങ്ങനെ ഏറി വരികയാണ്. അതോടൊപ്പം തന്നെ പുറത്തും ചൂടേറി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹാഷ്മി. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സ്മിത, എന്തായാലും കേരളത്തിൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നല്ല നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും നമ്മൾ അതിനെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായി ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. പുറത്ത് എത്രത്തോളം ചൂടാണെങ്കിലും ആ ചൂടിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ പൗരന്മാരിൽ ബഹുഭൂരിപക്ഷം ഒന്നടങ്കം പങ്കാളികളാവുന്ന പ്രചരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പത്തനംതിട്ടയിലാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നു. സ്മിതാ കൃഷ്ണൻ, നമുക്കറിയാം തൃശ്ശൂർ അടക്കം ഈ അടുത്തിടെ കഴിഞ്ഞ 3 തവണ അടുപ്പിച്ചടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു മടങ്ങിയതാണെങ്കിൽ കൂടിയും BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് തെളിഞ്ഞ് അതിന്റെ പ്രചാരണ കോലാഹലം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലാവട്ടെ, തെലങ്കാനയിലാവട്ടെ, കർണാടകയിലാവട്ടെ, ആന്ധ്രാപ്രദേശിലാവട്ടെ പ്രധാനമന്ത്രി പലയാവർത്തി വന്നു പോകുന്നതും അവിടെ റാലികളിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ BJPയുടെ ആ മിഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നേതൃത്വം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ അത്ഭുതമില്ല. കാര്യം ഇസ് ബാർ 400 പാർ എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. ഇത്തവണ 400 സീറ്റിന് മുകളിൽ എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും തെക്കേ ഇന്ത്യ കൂടി ഇത്ര നാളും അങ്ങനെ അത്രയധികം വഴങ്ങാതെന്ന തെക്കേ ഇന്ത്യ കൂടി പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. അത് വെച്ച് അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കൃഷ്ണ, സ്മിത, കേരളത്തിൽ LDFും UDFും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനം പൂർത്തിയാക്കിയെങ്കിലും NDA ഇതുവരെ അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ലെങ്കിൽ കൂടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇവിടെ പത്തനംതിട്ടയിൽ ഈ വേദിയിൽ പ്രസംഗിക്കുന്നത് BJPയുടെ കേരളത്തിൽ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രചരണ തന്ത്രം എന്താണ്, അവരുടെ അജണ്ട എന്താണ് എന്നുറപ്പായും വ്യക്തമാകും. നമുക്കറിയാം അസം കഴിഞ്ഞാൽ ഒരുപക്ഷെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിലേക്കൊക്കെ ആ കേസ് വരുന്നു. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു നിലപാട് പ്രഖ്യാപനം ഈ വേദിയിൽ ഉണ്ടാകുമോ എന്ന ഒരു സംശയമുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്താണ് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ആന്റണി ഒരു വിവാദ പരാമർശം നടത്തിയത്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ അത് പുൽവാമ കൂടിയാകുമ്പോൾ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലെ കൂടി പ്രചരണ പൊട്ടൻഷ്യൽ ഒരു വിഷയമാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിലൊരു നിലപാട് പ്രഖ്യാപനം നടത്തുമോ എന്ന ആകാംക്ഷ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ ഒരുപക്ഷെ മുൻ ഗവർണർ സത്യപാൽ മാലിക് അടക്കം പറഞ്ഞ വെളിപ്പെടുത്തലുകൾ കൂടുതൽ സജീവ ചർച്ചയിലേക്ക് വരും. അതുകൊണ്ട് അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുനിയുമോ എന്നതടക്കം ഇവിടുത്തെ ആകാംക്ഷ. എന്തായാലും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പത്തനംതിട്ടയിൽ പോകും. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം പത്തനംതിട്ട ഇവിടുത്തെ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിൽ 50,000 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ പന്തലുകൾ തയ്യാറായിരിക്കും. നമുക്ക് അത് അവിടെ കാണാം. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ ഡ്രില്ലുകളൊക്കെ നടത്തുകയാണ്. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നടത്തുകയാണ്. പോലീസിന്റെ ലഗേജ് എക്സ്റേ പരിശോധനാ വാഹനമൊക്കെ അല്പസമയം മുൻപാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയത്. 50,000 NDA പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്മിതാ കൃഷ്ണൻ, നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ ഓർമ്മയുണ്ട് പത്തനംതിട്ടയ്ക്ക് ഒരു താരപദവിയായി ഒരു VVIP സ്റ്റാറ്റസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോന്നി സുരേന്ദ്രൻ എന്നൊരാളുണ്ട്. അറിയാം, അതൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല, അതൊരു കുങ്കിയാനയാണ്. വലിയ തലപ്പൊക്കമുള്ള കുങ്കിയാന, പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ നമ്മുടെ അരിക്കൊമ്പനെയും PT7 ഒക്കെ മെരുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആ കുങ്കിയാനയുടെ തലപ്പൊക്കം പോലെ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പോയ തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. അതിന് കാരണം അത് ശബരിമലയായിരുന്നു. ശബരിമലയിലെ സുപ്രീം കോടതി വിധി, അതിന്റെ പ്രതിഷേധം, അത് സജീവ പ്രചരണ വിഷയമായ വലിയ മണ്ഡലം പത്തനംതിട്ടയാണ്. പക്ഷേ ഇക്കുറി അത്തരമൊരു സ്റ്റാർ സ്റ്റാറ്റസ് എന്തായാലും പത്തനംതിട്ടയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം K. സുരേന്ദ്രൻ തന്നെ കഴിഞ്ഞോളം ഇവിടെ നേരിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. ഇക്കുറി ആന്റണി പത്തനംതിട്ട മണ്ഡലം ഉണ്ടായതിനു ശേഷം ഇവിടുത്തെ MP ആന്റണി മാത്രമാണ്. 4ാം ഊഴത്തിൽ ആന്റണി ഇവിടെ ജനവിധി തേടുന്നുണ്ട്. മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇവിടെ CPM സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അനിൽ ആന്റണി ഇങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ 3 സ്ഥാനാർത്ഥികൾ ഇവിടെ നിൽക്കുന്നു. ഇവിടെ പത്തനംതിട്ടയിലെ മാത്രമല്ല പത്തനംതിട്ടയിലെയും മാവേലിക്കരയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വേദിയിൽ ഇവിടെ സജീവമായി ഉണ്ടാകും. ഇക്കുറി പോയ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ വലിയ ഇതുവരെ
പുറമേ ദേശീയ നേതാക്കളൊന്നും ഇങ്ങോട്ടേക്ക് അധികം എത്തിയിട്ടില്ല. അങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ദേശീയ ശ്രദ്ധയിലേക്ക് പോകുന്ന പ്രചരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതോടുകൂടി ഉറപ്പായും ആ പ്രചരണം ഒന്ന് കത്തിപ്പിടിച്ച് കയറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നിൽക്കുന്ന സ്റ്റേഡിയത്തിലാണ്, പ്രമാണത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങുക. അവിടെ ഒരു 4 കിലോമീറ്ററോളം ഇങ്ങോട്ടേക്കുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാണ്. ക്രിസ്റ്റീന. ശരി ഹാഷ്മി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം പക്ഷെ നമുക്ക് 3 പാർട്ടികളും, അത് ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ തന്നെയാണ് റിപ്പോർട്ടുകൾ ചെയ്യുക. ഞാനത് പറയാൻ കാരണം ഒരു മെസ്സേജ് ഉണ്ട് ഹാഷ്മിക്കാണ്. ഹാഷ്മി, താങ്കൾ നിഷ്പക്ഷത കൈവിടുന്നുണ്ടോ എന്നൊരു സംശയം ഈ അടുത്ത കാലത്ത്, അത് ചർച്ചകൾ നോക്കിയിട്ടുള്ള ഒരു കമന്റ് ആണെന്ന് തോന്നുന്നു. ഹാഷ്മിക്ക് എന്താ പറയാനുള്ളത് ആ പ്രേക്ഷകനോട്? അയ്യോ, ഒരിക്കലല്ലോ നമ്മൾ നിഷ്പക്ഷത, സത്യം പറഞ്ഞ ക്രിസ്ത്യൻ സ്മിത, നിഷ്പക്ഷത എന്നൊരു വാക്ക് അത് യഥാർത്ഥത്തിൽ ആ വാക്കൊരു കാവട്യമാണ്. നമ്മൾ പക്ഷം പിടിച്ചു തന്നെയാണ്. ആ പക്ഷം ജനപക്ഷമാണ്, അത് പ്രേക്ഷക പക്ഷമാണ്, നന്മയുടെ പക്ഷമാണ്, സത്യത്തിന്റെ പക്ഷമാണ്. ആ സത്യത്തിന്റെ പക്ഷം പിടിച്ചു നിൽക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന റിപ്പോർട്ടിംഗ് ഫീൽഡിലാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സ്വാഭാവികം പറയുക. ഇപ്പോൾ ഇനി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന ഒരു പ്രചാരണ വേദിയിൽ പോയാൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കെ സുധാകരൻ വരുന്ന അല്ലെങ്കിൽ വി ഡി സതീശൻ വരുന്ന ഒരു കോൺഗ്രസിന്റെ പ്രചാരണ വേദിയിലാണെങ്കിൽ നമ്മൾ അവിടെ പോയി നിൽക്കും, റിപ്പോർട്ട് ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കും. ഇതൊക്കെ റിപ്പോർട്ടിംഗ് ആണ്, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷം പിടിക്കലല്ല. ആർക്കും വേണ്ടി നമ്മൾ ആർക്കും ചേർന്ന് നിൽക്കുകയല്ല, യാഥാർത്ഥ്യം പോലെ പറയുകയാണ്. ശരി ഹാഷ്മി, താങ്ക് യു. അപ്പോൾ ഹാഷ്മി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ആർക്കും തന്നെ അതുപോലെ തന്നെയാണ് ഹാഷ്മി പറഞ്ഞതുപോലെ ജനപക്ഷമാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ പക്ഷത്താണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. കാരണം നിങ്ങൾ ഞങ്ങളോടിപ്പോൾ വിമർശനങ്ങൾ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് ഞങ്ങൾ ഹൃദയത്തോടു കൂടി തന്നെയാണ് അത് എടുക്കുന്നത്. വളരെ സന്തോഷമാണ് നിങ്ങൾ അങ്ങനെ കമൻസ് ഒക്കെ പറയുമ്പോൾ. അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും, അല്ലേ?